ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുട്ടനാടൻ തട്ടുകടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുൾ ചിക്കൻ ഫ്രൈ ആണ്. നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഫ്രൈയിങ് പാനിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യമായിട്ട് മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ചെറിയ സവാള നമ്മളിതോട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി വലുതൊന്നും വേണ്ട, ഒരു ചെറിയൊരു പീസ് മതിയാവും. അടുത്തതായി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മളിതോട്ട് ചെറുതായിട്ടാണ് നമ്മൾ ചോപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മളിവിടെ കുറച്ച് മല്ലിയില കൂടെ നമ്മളിപ്പോൾ ആഡ് ചെയ്യുകയാണ്. മല്ലിയില ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കൊരു 3 പച്ചമുളക് കൂടെ നമുക്കിതോട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പറയുന്ന കണക്കുകളെല്ലാം നമ്മൾ ടീസ്പൂണിലാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ തന്തൂരി മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തന്തൂരി മസാല ആഡ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ഒരു 2 ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അടുത്തതായി ഇതിലേക്ക് നമുക്കൊരു 2 നാരങ്ങയുടെ നീര് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് തന്തൂരി മസാല കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ കുറച്ച് ഗരം മസാലയോ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ കൂടുതൽ ആഡ് ചെയ്താൽ മതിയാവും. ഇതോടൊപ്പം നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് കുക്കിംഗ് ഓയിൽ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. അവസാനമായി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ കൈ യൂസ് ചെയ്ത് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതായത് ഈ ചിക്കൻ സ്റ്റോക്കൊക്കെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് ഒരു 1/4 കപ്പിൽ താഴെ കുറച്ചുകൂടെ ഓയിൽ ആഡ് ചെയ്യുകയാണ്. എന്നാലേ കറക്റ്റായിട്ട് ഒരു മസാല കറക്റ്റ് ഒരു പെർഫെക്ഷനിൽ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. അടുത്തതായി നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ചിക്കൻ എടുക്കാം. ചിക്കൻ നമ്മളെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം ഡീപ്പായിട്ട് ഇതുകൊണ്ട് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ഡീപ്പായിട്ട് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. എന്നാലേ കറക്റ്റായിട്ട് നമ്മുടെ ആ മസാലയെല്ലാം കറക്റ്റായിട്ട് ഇറങ്ങി ചെല്ലത്തുള്ളൂ. അപ്പോൾ അതുകൂട്ട് തന്നെ കട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ്. കറക്റ്റായിട്ട് എല്ലായിടത്തും നമ്മൾ ഈ കട്ടിങ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ഈ ചിക്കൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മസാലയിലേക്ക് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പുരട്ടി കൊടുക്കാം. ചിക്കനിലേക്ക് നമ്മൾ ഈ മസാല നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ പോർഷൻസിലും നന്നായിട്ട് തന്നെ നമ്മൾ മസാല എത്തണം. അപ്പോൾ ആ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ മസാലയെല്ലാം നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്കും എല്ലാം കറക്റ്റായിട്ട് തന്നെ പേസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങളിത് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് നമ്മൾ മസാലയൊക്കെ കറക്റ്റായിട്ട് പുരട്ടിയിട്ടുണ്ട്. ഇനി ഏകദേശം മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് മാറിനേറ്റ് ചെയ്യേണ്ടി വെക്കണം. എന്നാലും നമ്മുടെ ഈ മസാലയൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ചിക്കനിലേക്കൊക്കെ പിടിക്കത്തുള്ളൂ. ഞാനിവിടെ ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് ഞാനിത് ഏകദേശം 1 മണിക്കൂറത്തേക്ക് നമ്മളിതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളിത് ഫ്രിഡ്ജിൽ തന്നെ വെക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിത് ഓപ്പൺ ആക്കുകയാണ്. നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ചിക്കനിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒന്നുകൂടെ ഈ മസാലയൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ. നമ്മളിവിടെ ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഒരു 4 പുഴുങ്ങിയ മുട്ട കൂടെ നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിട്ടൊന്നുമല്ല. നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് മുട്ടയും എല്ലാം നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. മുട്ട ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുകൂട്ട് ഒരു നൂല് വെച്ച് നമ്മളിത് സൈഡിലെല്ലാം കെട്ടി വെച്ചിരിക്കുകയാണ്. അതായത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഇതുപോലൊരു പാത്രം എടുക്കാം. അതായത് നമ്മൾ ഈ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നമ്മൾ ചിക്കൻ അടുക്കി പിടിക്കുമോ എന്നുള്ളൊരു പേടി നമുക്ക് അന്നേരം വേണ്ട. നമുക്ക് ഈ ചിക്കൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി മസാലകളെല്ലാം നമ്മുടെ ചിക്കനിലേക്ക് തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഈ തണുത്ത ഓയിലെല്ലാം കറക്റ്റായിട്ടൊന്ന് ബോയിലായി വരും. ഓയിലൊക്കെ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മുടെ ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഏകദേശം ഒരു 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം.
ഒരു 7-8 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടുക്കി പിടിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആകുമ്പോൾ അടുക്കി പിടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട, അത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് ബാക്കി കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, നമ്മളിത് ഓപ്പൺ ആക്കുകയാണ്. ഇപ്പോൾ ഒരു സൈഡൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ടാവും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇനി നമുക്ക് ഒരു തവി യൂസ് ചെയ്തിട്ട് ഈ മസാലയൊക്കെ നമ്മുടെ ചിക്കൻ്റെ മുകളിലേക്കൊക്കെ ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ പീസ് നമുക്ക് തിരിച്ചിടാം. നിങ്ങൾ തിരിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ചിക്കനൊക്കെ ഇച്ചിരി വെയിറ്റ് ഉള്ളത് കൊണ്ട് ഈ പാത്രമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ഇതുകൂട്ട് 2 തവി യൂസ് ചെയ്യുവാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്കിത് തിരിച്ചിടാവുന്നതാണ്. ചിക്കൻ്റെ പീസ് തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും നമുക്ക് ഈ മസാല ഇതുകൂട്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ മസാല അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 15 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, നമ്മളിത് ഓപ്പൺ ആക്കുകയാണ്. ഇപ്പോൾ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമ്മളിത് 30 മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ്റെ ഉത്ഭാവമൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിത് ആ ഫ്രൈയുടെ ആ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഓപ്പൺ ആക്കി വെച്ചിട്ട് ബാക്കിയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ അകത്തുള്ള ഓയിലും മസാലയും ഒക്കെ പറ്റിയൊരു ഡ്രൈ പോലെ ആകും. അപ്പോഴേക്കും നമുക്ക് കറക്റ്റ് ആ ഒരു പെർഫെക്റ്റിൽ നമുക്കിത് ഫ്രൈ ചെയ്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഓയിലെല്ലാം പറ്റി നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു സ്മോക്കി ടേസ്റ്റ് കൊടുക്കാനുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഇതുപോലെ ഒരു പാത്രം വെക്കാം. ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒരു കനലിട്ട് കൊടുക്കാം. കത്തിച്ചൊരു കനലാണ്. ഈ കനലൊന്ന് പുകഞ്ഞ് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഒരു 2 തുള്ളി ഓയിൽ കൂടി നമുക്കൊന്ന് ഇറ്റിച്ചു കൊടുക്കാം. ഈ ചാർക്കോളിലേക്ക് നമ്മൾ ഈ ഓയിൽ ആഡ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഈ ചാർക്കോൾ നന്നായിട്ട് പുകഞ്ഞ് നല്ല സ്മോക്ക് വരുന്നതായിരിക്കും. അത് വരുമ്പോഴേക്കും നമുക്കിത് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ 3 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, നമ്മളിത് ഓപ്പൺ ആക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ കറക്റ്റായിട്ട് ആ ഒരു സ്മോക്കി ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. നമ്മളിവിടെ കുബൂസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ കുബൂസിലേക്ക് നമുക്ക് ഈ ചിക്കൻ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ നമ്മൾ കുബൂസും മയണൈസും ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മയണൈസ് ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. മയണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് നോക്കി ഉണ്ടാക്കാവുന്നതാണ്. പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. കൂടാതെ ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.